ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും; അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ദൈവപുത്രനായ യേശുക്രിസ്തു പറയുന്നു, യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. എന്താണ് യാചിക്കേണ്ടത്? ചിലർ തങ്ങളുടെ ജീവിതത്തിൽ നല്ല ആരോഗ്യം ആഗ്രഹിക്കുന്നു, ചിലർ സമ്പത്ത് ആഗ്രഹിക്കുന്നു, ചിലർക്ക് ജോലിയും സ്ഥാനവും പുരോഗതിയും വേണം. എന്നാൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആവശ്യം പാപമോചനമാണ്. പാപനിമിത്തം മനുഷ്യൻ ദൈവത്തിൻ്റെ ശത്രുവായി തീർന്നു, ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നു. ദൈവം അവർക്കായി നിശ്ചയിച്ചിരിക്കുന്ന ശിക്ഷ നിത്യമായ നരകമാണ്. എന്നാൽ സ്നേഹവാനായ ദൈവം തൻ്റെ ഓമനപുത്രൻ കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മനുഷ്യന് പകരമായി യാഗമാക്കപ്പെട്ടു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. അവരിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും പാപമോചനം ലഭിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. യേശുക്രിസ്തുവിൽ പാപമോചനം കണ്ടെത്തി അവനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.